സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്കെന്നെ അടി രണ്ട് പെൺപിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ. ഇപ്പൊ ഞാൻ എന്റെ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. മേ ബി ഈ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാനാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. രേണു സുധി കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയും നിനക്ക് വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലടേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടേ എന്നൊക്കെ ചോദിക്കും. ഇവരെന്തിന് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ ഇവിടെ രേണു സുധി മാത്രമല്ല, രേണു സുധിയിലോട്ടും വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഒരു നന്മമരം ഉണ്ടായിരുന്നു ബിഗ് ബോസ് താരം രജിത് കുമാർ. അദ്ദേഹം കുറച്ച് ദിവസം മുന്നേ രേണു സുധിക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിട്ടു. എന്നാൽ ഇന്ന് അങ്ങേര് കാണിക്കുന്നത് ശുദ്ധ പോക്കർത്തനമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ബിഗ് ബോസ് മണവും രേണു സുധിയിൽ എനിക്ക് മണക്കുന്നുണ്ട്. മിക്കവാറും നെക്സ്റ്റ് സീസണിൽ രേണു സുധി ബിഗ് ബോസിൽ കയറാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, കയറുന്നുണ്ടെങ്കിൽ കയറട്ടെ, പക്ഷെ കോപ്രായങ്ങൾ കാണിച്ച് തന്നെ കയറണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. ഇനി ഡോക്ടർ രജിത് കുമാർ മഹത് വ്യക്തിയാണ്. വലിയ വായ്ത്താളൊക്കെ അടിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിലും ഇപ്പൊ വലിയ വായ്ത്താളം അടിക്കുന്നതെല്ലാം അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്, ഇടിച്ചകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ അഖിൽ മാരാർ. ഇനി രേണു സുധീര ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം ഒന്ന് കാണാം. ഇപ്പൊ ഞാൻ എന്റെ പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. മേ ബി നിങ്ങളെ വിളിച്ചറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും, ഇല്ലെങ്കിൽ ഇല്ല. എന്തിനാണ് ഇപ്പോഴേ പറയുന്നത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല. അത് പിന്നെ പറയാം. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലോ. നിങ്ങൾ ഒരു ഉണക്ക പ്രണയം ഉണ്ടെങ്കിൽ പറയടേ, അല്ലെങ്കിൽ പറയണ്ടേ. എന്ത് വലിയ സസ്പെൻസ് ആയിട്ടൊക്കെ വയ്ക്കേ. ചിരിയാണ് വരുന്നത് രേണു ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും നമ്മളെ മെയിൻ ടോപ്പിക് ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ തട്ട് മാത്രമേ തന്നു വിടുന്നുള്ളൂ. നോക്കാം, മെയിൻ ടോപ്പിക്കിന്റെ ആശാനിലേക്ക് വരാം. അവൻ അറിഞ്ഞില്ലല്ലോ. സാർ ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടെ? ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. നമുക്ക് വണ്ടിയില്ലല്ലോ, സാറിനെ കൊണ്ടുപോകും. നില്ല സാറ് വണ്ടി കൊണ്ടുപോകാൻ വരട്ടെ. നീലക്കുയിലിനെ ഇവിടെ പുച്ഛിച്ചല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. രേണു ചെയ്തു കൂട്ടിയതിന്റെ ഒന്നും 7 അയലത്ത് വരത്തില്ല നീലക്കുയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ പെർഫെക്റ്റാ എന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കല്ല, എങ്കിലും ഞാൻ പറയുക അവൻ പെർഫെക്റ്റാ. ഇത് വെച്ച് നോക്കുമ്പോ ഏത് രേണു സുധി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവിടെ നീലക്കുയിലിനെ ഒരുമാതിരി വാരി അടിച്ചതുപോലെ സംസാരം വേണ്ടായിരുന്നു. എന്നാലും പറഞ്ഞാട്ടെ. ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അതാണ് ട്രെയിൻ സമയം എന്തായാലും പോയിട്ട് വരും. രേണു സൂക്ഷിച്ച ഗിയർ ഇടുന്നു. അല്ലല്ല, അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറി ഇരിക്കില്ല. വാട്ട് എ ഡബിൾ മീനിങ് കോമഡിയെ. ഒരുത്ത ഇടയ്ക്ക് ഒന്ന് ഡബിൾ മീനിങ് അടിച്ച് അവസാനം അണ്ണാക്കി കിട്ടി അകത്ത് കയറി പോയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്തോ. ഇപ്പൊ എന്തായാലും രേണു ഗിയറിൽ കയറി ഇറുകള എന്നൊക്കെയാണ് നമ്മുടെ രജിത് അണ്ണൻ പറയുന്നത്. അണ്ണാ നിങ്ങൾ എന്തുവേ കുറച്ചൊക്കെ വിവരം ഉണ്ടെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഈ ഡബിൾ മീനിങ് അടിച്ച് വലിയ മാസ് കാണിക്കാൻ കൊള്ളാം നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ. പക്ഷെ ഒരു പെണ്ണിനെയും പിടിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലല്ല കോണത്തിലെ ഡബിൾ മീനിങ് അടിക്കേണ്ടത്. ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അന്ന് എന്തായിരുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റേതാവുമെന്നൊക്കെയാണ് ദാസേട്ടന്റെ ആ ഒരു കൂടെ വന്ന സമയത്ത് രേണുവിന് ഉപദേശം കൊടുത്തുവിട്ടിട്ടുള്ളത്. ഇന്ന് അതേ വ്യക്തി വന്നിട്ട് ബ്രഹ്മാതിരി കോണത്തിലെ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോ പുച്ഛ മാത്രം. അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗീർ മാറിയതി സമയത്തിന് നോക്കി ഗീർ പറഞ്ഞേ. വട്ടത്തില് നീളത്തില് ടോക്കുന്നുകൊണ്ട് അവിടെ വലിയ ചിരി ഹട്ടസൊക്കെ അടിക്കുന്നുണ്ട്. നീലക്കുയിലില്ലല്ലോ എന്ന് പറയുന്നു. നീലക്കുയിലെടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ. കൊള്ളാടാ കുട്ട. ഇനി മറ്റൊരു വീഡിയോ കാണാം. ഇതൊരുമാതിരി ഞാനൊന്നും പറയണില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറ. രണ്ട് പെൺപിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ നമ്മുടെ നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന
ഈ ഒരു അവസ്ഥ രണ്ടുപേരും ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കോരി ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്? എന്തായാലും കൊള്ളാം, സാറിന്റെ കഷ്ടപ്പാട് നമ്മൾ കണ്ട്. ഇടയിൽ കൂടിയൊക്കെ കഴിയിട്ടുണ്ട് ഇങ്ങോട്ട് പോണെണ്ണ. നിങ്ങളെന്ത് ഉള്ള വില ഇന്നലെയൊക്കെ കളയും. ഇതൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റിയിട്ട് എനിക്കുള്ള ഒരു ധാരണയൊക്കെ മാറി തുടങ്ങി. കൊള്ളാം കൊള്ളാം, ഇടയിൽ കൂടിയൊക്കെ കൈയിട്ട് ഒന്നും പറയണില്ല. പിന്നെ അണ്ണന് കുറച്ച് ഡബിൾ മീനിങ്ങും കുറച്ച് ഇൻഡയറക്റ്റ് അല്ലാത്ത സാധനങ്ങളൊക്കെ അടിച്ചു വിടുന്നുണ്ട്. കൊള്ളാം കൊള്ളാം, പുരോഗമനമാണ് അണ്ണന്റെ ചിന്താഗതി എന്ന് തോന്നുന്നു. വെറുപ്പ് കൂട്ടി വെക്കുന്നുണ്ട്. കമന്റ് ബോക്സുകൾ നോക്കിക്കഴിഞ്ഞാലും പൂരത്തള്ളക്കുള്ളിയാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇഷ്ടമുണ്ടായിരുന്ന കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലാതായിട്ടുണ്ട്. അതിന്റെ റീസൺ നിങ്ങൾ ഈ ഒരു 2 വീഡിയോ ക്ലിപ്പ് തന്നെയാണ്. ഒന്ന് ഇടയിൽ കൂടി കൈയിട്ടതും, മറ്റൊന്ന് ഗിയർ വേണം ഡയലോഗും. ഇനി ഞാൻ മറ്റൊരു കമന്റ് കൊടുക്കാം. അതായത് രേണുവിന്റെ സഹോദരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റാണ്. ഞാൻ അതൊന്ന് കൊടുക്കാം. ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ മകൻ എങ്ങാണ്ട് സുധിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഒരു അടുത്ത് നിന്നിട്ട് കാണിക്കുന്ന ഒരു റീലാണ്. ആ കുട്ടിയുള്ളതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്ത ആ വീഡിയോ ആണ്. അതിന് താഴെ വന്ന കമന്റ് ഞാനൊന്ന് വായിക്കാം. കുറച്ച് ക്യാഷ് കിട്ടാൻ എന്തും ചെയ്യില്ലേ, കഷ്ടം പാവം ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് കമന്റ്. അതിന് താഴെ ഈ രേണുവിന്റെ സഹോദരി കമന്റ് ചെയ്തിട്ടുണ്ട്. നീയൊക്കെ ഏതാ ഇങ്ങനെ കുറെ വാണങ്ങൾ. അതിന് താഴെ വേറൊരാള്, വിട്ടുകളയടാ, പിന്നെ ഇയാളുടെ വീഡിയോ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഏത് വീഡിയോ ചെയ്യുമ്പോഴും മനസ്സിൽ നല്ല പോലെ ഉണ്ട്. ഒറ്റയ്ക്ക് സുധിച്ചേട്ടൻ ഓർമ്മിച്ചു കരയും. എനിക്ക് തോന്നി മുന്നോട്ട് പോകൂ. ഇയാൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. റോബിൻ ആരതി പറഞ്ഞത് കേട്ടില്ലേ, നല്ല അഭിപ്രായം. റോബിൻ ആരതി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബിന്റെ ആരതി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ റോബിൻ അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് അവിടെ ചോദിക്കേണ്ടി വരും. ഞാൻ പിന്നെ ചോദിക്കുന്നില്ല, വിട്ടുകള പോ. റോബിനെ കുറിച്ചും ആരതിയെ കുറിച്ചും ഒന്നും ഇനിയും വലിച്ചിടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അത് അവർ ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. ഇയാൾ നല്ല മര്യാദയുള്ള കുട്ടി തന്നെയാണ്, സുധിച്ചേട്ടന്റെ വാവക്കുട്ടി. വീഡിയോ ആക്കാനും മാർക്കറ്റ് ചെയ്യാനും കണ്ടന്റ് ഉണ്ടാക്കാനും വേറെ കുറെ പേർ. ഇതൊക്കെ കാണുമ്പോൾ രേണു സുധി താഴെ. ഞാനൊരു കാര്യം പറയട്ടെ, രേണുവിന്റെ പേര് ഈ സുധിയുടെ പേരുമായിട്ട് ഇനിയിട്ട് കൂട്ടിക്കൊഴിക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. എത്രയൊക്കെ പറഞ്ഞാലും മാറില്ലടേ, അത് വേറൊരു സത്യം. വീണ്ടും അതിലോട്ട് തന്നെ അവസാനം വന്ന് നിൽക്കുന്നത്. ആ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് അങ്ങേരെ ഇമേജും തീർന്ന് തൊലഞ്ഞ് തരിപ്പണമായി വേറെ കോലമായിട്ടുള്ള അവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ രേണു ചരിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞ ചരിത്രങ്ങൾ അത്ര വെടുപ്പുള്ള ചരിത്രങ്ങളല്ല. എനിക്ക് താല്പര്യമില്ല, എന്നെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുക. ചുമ്മാ എന്തിനാ. ഞാൻ അത് പറയാനുണ്ടായ റീസൺ അടുത്ത് നിങ്ങൾ കാണുന്ന വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം രേണു വളരെയധികം തരം താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈവിൽ വരുന്നു, നാട്ടുകാരെ മൊത്തം തെറിവിളിക്കൂടെ. ഞാനും വിളിക്കാറുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. ചില കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ 2 ദിവസം മുന്നേയൊക്കെ വിളിച്ചുള്ളൂ, മാരാറിനെയും റിയാസ് സലീമിനെയൊക്കെ. കാരണം രാജ്യത്തിനെതിരെയൊക്കെ സംസാരിച്ചാണൊക്കെ വലിച്ചൊരു ചവരി ഒട്ടിക്കേണ്ട കേസാണ്. അങ്ങനെ സമയം വരുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്, വിളിക്കാറുമുണ്ട്. ഇവിടെ രേണു വന്നിട്ട് പോസിറ്റീവ് കമന്റിനെ എല്ലാം മാറ്റി നിർത്തി നെഗറ്റീവ് കമന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ലൈവിൽ വന്നിരുന്ന് മാസ് കാണിക്കണമെന്നാണ് വിചാരം. ആ ഒരു രീതിയിലുള്ള ദാഷ്ട്യ സംസാരവും ദേഷ്യത്തിലും തെറിവിളി തിരിച്ചു വിളിക്കുന്നതും ഇറ്റ്സ് നോട്ട് ഫെയർ. നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നൊരു കേസാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. നാട്ടുകാർക്ക് അത്ര നല്ലൊരു അഭിപ്രായമല്ല ഇതിനെയൊന്നും കുറിച്ചിട്ട്. എന്തായാലും നോക്കാം. നെഗറ്റീവ് കമന്റിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. നീ പിന്നെ അടി അട്ടപ്പാടി ആണടി, ഞാൻ നിനക്കെന്നാടി അട്ടപ്പാടി ആടി, ഞാൻ എന്തൊക്കെന്നാ നീ കുറെ നേരമായില്ല അട്ടപ്പാടി ആടി. ഞാൻ അത് തന്നെയാണ്. നീ കുടുംബശ്രീയിലുണ്ടോ? ഇല്ല. നീ എന്നെ കുടുംബശ്രീ ചേർക്കാൻ പോണെന്നെ. കുടുംബശ്രീ തോന്നപ്പോൾ ഏറ്റവും ഒരു സിനിമ ക്യാരക്ടറിന്റെ പേരാണ്. ഈ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സ് റിപ്ലൈ കൊടുക്കാനാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നത് വായിക്കാൻ ഇങ്ങനെ പറ്റുന്നത് ഓടി പോവാണ്. ഈ സെക്ഷൻ പോസിറ്റീവിന് റിപ്ലൈ കൊടുക്കാനല്ല, നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കാനാണെന്ന്. അതെന്ത് സെക്ഷൻ? അങ്ങനെ സെക്ഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാ? പോസിറ്റീവിന് റിപ്ലൈ കൊടുത്താൽ എന്താ? പോസിറ്റീവ് കമന്റുകളെ മാത്രം റിപ്ലൈ കൊടുക്കുക, അല്ലാണ്ട് നെഗറ്റീവിനെ എടുത്തു വെച്ചിട്ട് റിപ്ലൈ കൊടുത്ത് കുറെ സാധനങ്ങൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അത് വൈറലാകും എന്നുള്ളൊരു കാര്യം രേണുവിനും അറിയാം. ഒരു മുതലെടുപ്പ് തന്നെയാണ്, മനസ്സിലാവുന്നു. പക്ഷെ ഇതൊക്കെ എത്ര കാലം രേണു ഒന്ന് ചിന്തിക്ക്. ഇനി മറ്റൊരു വീഡിയോ ഞാൻ കൊടുക്കാം. ഏതോ ഒരു സ്ത്രീയാണ്, എനിക്ക് ഇവരെ അറിയത്തില്ല. ഇവര് വന്നിട്ട് രേണുവിന് ഭയങ്കര മാസീവ് സപ്പോർട്ട് കൊടുക്കുകയാണ്. കണ്ടു നോക്കാം. എന്റെ വയറ് നല്ലതാ, കാണിക്കാൻ കൊള്ളുന്നതാ, ഞാൻ കാണിച്ചെന്താ പ്രശ്നം? അവർക്ക് അതിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ.
അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വയറ് നിറച്ച് പാടുകളുമായി വലിഞ്ഞു തൂങ്ങി ഇതാക്കുന്നവർക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാൻ അത്രയും ഭംഗിയുള്ള ആ കുട്ടീനെ ഞാൻ കണ്ടത്. അതിൻ്റെ കുട്ടീനെ ആ കുട്ടിക്ക് എന്താ വയറിന് ബുദ്ധിമുട്ടുള്ളത്? നല്ല രസമുണ്ട്, ഒരു പ്രശ്നമില്ല. അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ ഇപ്പം അവൾ മാത്രം കാണിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരെല്ലാം കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാ അതില്ലാത്ത ബിക്കിനി വരെ ഇട്ടിട്ട് ഓരോരുത്തരും ഇതാക്കുന്നുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നുള്ളതാണോ അവൾ രേണു സുധി എന്ന് പറയുന്ന പെൺകുട്ടി? അത് അവളുടെ ഫേസിൻ്റെ ഇതാണോ? ഇപ്പം വിത്തൗട്ട് മേക്കപ്പിൽ ഓരോരുത്തരെയും കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് പലരും. ചേച്ചി വയറ് കാണിക്കാൻ വേണ്ടി പ്രൊമോഷൻ കൊടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചേച്ചി ആരാ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, സീരിയസ്ലി പറയാം. പക്ഷെ ചേച്ചി എന്തായാലും വയറ് കാണിക്കാൻ വേണ്ടിയിട്ട് രേണുവിനൊരു മോട്ടിവേഷൻ കൊടുത്ത പോലെയാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി പറയാമല്ലോ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾ അറിഞ്ഞത് തന്നെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തോടു കൂടിയാണ്. അതിനുശേഷം ആ ഒരു സഹതാപവും സ്നേഹവും തന്നെയാണ് രേണുവിന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു സഹതാപവും സ്നേഹവും വെച്ചിട്ട് രേണു കാണിച്ചു കൂട്ടുന്നതെല്ലാം കോപ്രായങ്ങളാണ്. ഇവിടെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ബിക്കിനികൾ ഇട്ടു അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്കൊന്നും ഇത്രയും വിമർശനങ്ങൾ വരാറില്ല. രേണുവിന് ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ രേണു വെറുപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവരെ സ്നേഹിച്ച ജനങ്ങളെ അവർ ഒരുപാടധികം വെറുപ്പിച്ചു. അതൊക്കെ തുടർന്നായിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും അവർക്കെതിരെ നെഗറ്റീവ് വന്നത്. പിന്നെ ചേച്ചി ഇങ്ങനെ വന്നിട്ട് വയറ് കാണിക്കാനും വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ നിൽക്കരുത് കേട്ടാ. ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് വെച്ചിട്ട് മറ്റുള്ളവരെയും കൂടി ഒരു മോട്ടിവേഷനിലോട്ട് കൊടുത്ത് തള്ളി വിടാതിരിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. വളരെ മോശമാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഒരു ഉപദേശം തരണമെന്ന് തോന്നി. മറ്റുള്ളവർ ബിക്കിനി ഇട്ടുകൊണ്ട് കാണിച്ചെന്ന് തോന്നി രേണു സുധി അങ്ങനെ കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ തോന്നി. ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഈ വിഷയങ്ങളും ഇതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പറയാവുന്നതാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലും ഉറപ്പായിട്ട് വിമർശിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.